ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ കൊണ്ടുപോകാം. ഒന്ന്, നമുക്കുണ്ടായ വിഷമതകൾ ഉണ്ടാകാത്ത ആരും തന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല. ആ വിഷമതകളെ ഓർത്ത് എപ്പോഴും മുഖത്തൊരു ദുഃഖഭാവമായിട്ട് നടന്നാൽ നമ്മുടെ ലൈഫ് തീർന്നു. അത് നേരെ മറിച്ച് നമ്മളെ അതിജീവിക്കാൻ നമുക്ക് കഴിവുണ്ടോ, നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ അത് നമ്മുടെ മാതാപിതാക്കളുടെ വേർപാടായിരിക്കാം, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ വേർപാടായിരിക്കാം, നമുക്ക് വളരെ വളരെ വേണ്ടപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, നമ്മുടെ ഇൻലാസിൻ്റെ വേർപാടായിരിക്കാം. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നു കളയാനല്ല, നമ്മളത് മനസ്സിൽ അത് ദുഃഖം ഉണ്ടായില്ല എന്നൊരിക്കലും പറയുന്നില്ല. ഒരു വേർപാട് നമുക്കൊരിക്കലും ദുഃഖം വരാത്തൊരു വിഷയമല്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത്, നമ്മളത് തിരികെ പിടിച്ചാൽ രക്ഷപ്പെട്ടു. ആ ദുഃഖം നമ്മൾ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ പഠിച്ചേ പറ്റൂ. അതിനുവേണ്ടി നമുക്ക് നല്ല രീതികൾ പലതും തിരഞ്ഞെടുക്കാം. ഒന്ന്, നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് നമുക്ക് ഉണ്ടെങ്കിൽ, ഒരു ആർട്ട് വർക്കോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിനെ ഒന്ന് വീണ്ടും പൊടി തട്ടി എടുത്ത് നമ്മൾ അതിലോട്ടങ്ങ് തിരിഞ്ഞ് നമ്മുടെ ആ ശ്രദ്ധ അതിലോട്ടൊന്ന് കേന്ദ്രീകരിക്കുക. വിഷമിക്കുമ്പോൾ വിഷമിക്കുക, അല്ലാത്ത സമയം നമുക്കിത് നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റിയ മാർഗങ്ങൾ നമ്മൾ തന്നെ തേടിയേ പറ്റൂ. മറ്റുള്ളവരാരും നമ്മുടെ വിഷമത്തിന് നമ്മുടെ ഉള്ളിൽ കയറി നമ്മുടെ വിഷമങ്ങൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും സന്തോഷം ഉണ്ടാവില്ല. മനുഷ്യർക്ക് രണ്ടും വരും, നമുക്ക് സമ്മിശ്രമാണ്. സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. ആ സന്തോഷത്തിൽ നമ്മൾ അധികം സന്തോഷിക്കാനും പാടില്ല, ദുഃഖത്തിൽ നമ്മൾ അധികം ദുഃഖിക്കാനും പാടില്ല. നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് നമ്മൾ കുഞ്ഞുനാളിലേ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ രക്ഷപ്പെട്ടു. ചിലരുടെ മനസ്സ് ഭയങ്കര ലോലമായിരിക്കും, ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് താങ്ങാൻ കഴിയില്ല. ചിലർക്ക് അങ്ങനെയല്ല, അല്പം സ്ട്രോങ് ആയിരിക്കും, അവരൊന്ന് നിൽക്കും. അപ്പോൾ ഈ രണ്ട് കൂട്ടരും, ഏത് സ്ട്രോങ് ആയാലും നല്ല പെട്ടെന്ന് തളർന്നു പോയവരായാലും, നമ്മളത് മാറ്റിയെടുത്തേ പറ്റൂ. അത് നമ്മളെല്ലാവരും അതൊന്നും നമുക്കത് കുഞ്ഞുനാളിലേ നമ്മൾ ശ്രമിച്ച് കൊണ്ടുപോകണം. അതല്ലാതെ ഒരു ദുഃഖം വന്നാൽ പിന്നെ ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാരും കരുതല്ല. എല്ലാം നമുക്ക് ഓവർകം ചെയ്യാനുള്ളൊരു കഴിവ് ദൈവം തന്നെ നമുക്ക് തരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം. നാളെ വേറൊരു വിഷയവുമായി കാണാം.